വിശാൽ, സുഹ, സുഹാസിനി, നിന്റെ ചിതാഭസ്മത്തിനോടൊപ്പം എന്റെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞ് ചാമ്പലായി. സുഹാസിനി, ഞാൻ ഏകനായി. നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? പക്ഷെ സുഹാസിനി, നിന്നെയും അനേകം നിരപരാധികളെയും നിഷ്കരണം ചുട്ടുചാമ്പലാക്കിയ ആ രാജ്യദ്രോഹികളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ ഒരിക്കലും അവരെ വെറുതെ വിടില്ല. സുഹാസിനി, നാളെ തിരിച്ചറിയൽ പരേഡുണ്ട്. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് നാളെ തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ യഥാർത്ഥ പ്രതികളെ അല്ല, നിരപരാധികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുഹാസിനി, സുഹാസിനി, നിൽക്കൂ വിശാൽ, മുന്നോട്ട് വരരുത്. സുഹാസിനി, എനിക്ക് അരികിൽ വരരുത്. ഞാൻ സുഹാസിനിയല്ല, അവളുടെ ആത്മാവാണ്. വാസ്തവത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആർക്കും ഈ ബോംബ് ബ്ലാസ്റ്റ് കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് എന്റെ നിഗമനം. അവരെല്ലാം നിരപരാധികളാണ്. എന്താണ് ഈ പറയുന്നത് സുഹാസിനി? അവരെല്ലാം പ്രതികൾ തന്നെയാണ്. പോലീസ് റെക്കോർഡിൽ അവരുടെ പേരുണ്ട്. ഉണ്ടാകാം, പക്ഷെ അവരാരും ഈ ബോംബ് ബ്ലാസ്റ്റ് കേസിലെ പ്രതികളല്ല. യഥാർത്ഥ പ്രതി ഇന്നും സ്വതന്ത്രനാണ്. അയാൾ തന്റെ അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ആരാണ് അയാൾ? എവിടെയാണ് അയാൾ? ഞാൻ പറഞ്ഞു തരാം, പക്ഷെ അല്പം കാത്തിരുന്നേ മതിയാവൂ. കാത്തിരിപ്പോ? സുഹാസിനി, സുഹാസിനി,
സർ, യെസ് വിശാൽ, എന്താ കാര്യം? സർ, നാളെ തിരിച്ചറിയൽ പരേഡാണ്. അതിന്റെ ആവശ്യമില്ല. വൈ? അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരും പ്രതികളല്ല എന്ന് മനസ്സിലായി. പക്ഷേ അത് പരേഡിന് മുമ്പേ എങ്ങനെ മനസ്സിലായി? സർ, അങ്ങനെ ഒരുപക്ഷെ അവിശ്വസിച്ചേക്കാം. ഞാൻ സുഹാസിനിയുമായി സംസാരിച്ചു. സുഹാസിനി? അതെ സർ, സുഹാസിനി രസ്തോഗി, എന്റെ വധു. ഇൻസ്പെക്ടർ വിശാൽ, നിങ്ങൾക്ക് എന്തു പറ്റി? സർ, ഞാൻ പറഞ്ഞത് തികച്ചും സത്യമാണ് സർ. സുഹാസിനിയുടെ ചിതയ്ക്ക് സമീപം ഞാൻ പോയിരുന്നു. അവിടെ വെച്ചാണ് ഇതെല്ലാം അറിഞ്ഞതും. സ്റ്റോപ്പ് ഇറ്റ് വിശാൽ. എന്തൊക്കെയാണത്? നോക്കൂ, നിങ്ങളുടെ വധു സുഹാസിനി ആ ബോംബ് ബ്ലാസ്റ്റിൽ ദാരുണമായി കൊല്ലപ്പെട്ടു. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ ആഘാതം നിങ്ങളെ ഈ അവസ്ഥയിലെത്തിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല വിശാൽ. നിങ്ങൾ ഈ കേസ് നിസ്സാരമായി കാണരുത്. സർ, എന്നെ വിശ്വസിക്കണം. ഞാൻ സാറിനോട് പറഞ്ഞതെല്ലാം സത്യമാണ്. അങ്ങ് ദയവായി തിരിച്ചറിയൽ പരേഡ് നിർത്തിവെക്കണം. അല്ലെങ്കിൽ പ്രസ്സും മീഡിയയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കി ചിരിക്കും സർ. വിശാൽ, നിങ്ങൾ ഒരു മാസം ലീവ് എടുത്ത് എവിടെയെങ്കിലും കറങ്ങി വരൂ. ഞാൻ ഈ കേസ് ഇൻസ്പെക്ടർ കുൽക്കർണിക്ക് കൊടുത്തേക്കാം. എന്താണ് ഈ പറയുന്നത് സർ? യു ക്യാൻ ഡു ദിസ് ടു മീ. ഞാൻ പറഞ്ഞതേ നടക്കൂ. ഇന്നു മുതൽ ഈ കേസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണ്ട. നാളെ ഐഡന്റിറ്റി പരേഡ് നടക്കും. സർ, പക്ഷേ നിങ്ങൾക്ക് പോകാം. സർ